ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. പരാതി പറയാൻ എത്തിയ വിദ്യാർത്ഥികളെയാണ് മർദ്ദിച്ചത്. കുറ്റം സമ്മതിക്കാൻ വിവസ്ത്രരാക്കി ബൂട്ട്സ് കൊണ്ട് ചവിട്ടി. മോഷണം ആരോപിച്ചും ഹിന്ദി സംസാരിച്ചില്ല എന്ന് പറഞ്ഞുമായിരുന്നു മർദ്ദനം. ദില്ലി സർവകലാശാല വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പോലീസിന്റെ അതിക്രമം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ദില്ലി പോലീസ് കമ്മീഷണർക്ക് കത്തയച്ചു. ദില്ലിയിൽ BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പോലീസിന്റെ അതിക്രമം വർദ്ധിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെയടക്കമാണ് ദില്ലി പോലീസ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാളി വിദ്യാർത്ഥികൾ, ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ അതിക്രമമുണ്ടായി. പരാതി പറയാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് പോലീസ് ക്രൂരമായിട്ട് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ മർദ്ദനത്തിനിരയായിട്ടുള്ള മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള മൈൻഡിൽ നടക്കുകയായിരുന്നു. അപ്പം ഒരാൾ ഞങ്ങളെടുത്ത് സമീപിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു എയർപോർട്ട്സ് വേണോ, ഐഫോൺ വേണോ, ആപ്പിളിൻ്റെ വാച്ച് വേണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോർമലി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും പോകുന്നതാണ് പതിവ്. അതുപോലെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഒരു 6-7 ആൾക്കാരെ കൂട്ടി വന്നിട്ട് എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഷോർ ബസാറിന് സൺഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഞങ്ങളെ കുറേ മർദ്ദിച്ചു അവിടെ നിന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പോലീസ് ഓഫീസറെ കണ്ടു. രവിരംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റബിളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ സമയം ഞാൻ അദ്ദേഹത്തോട് ഇംഗ്ലീഷിലാണ് ഹെൽപ്പ് ചോദിച്ചത്. ബട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ആ സമയം അദ്ദേഹം എന്നോട് ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഈ 6-7 കള്ളന്മാർ വന്നിട്ട് ഹിന്ദിയിൽ എന്തൊക്കെയോ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞ് തിരിഞ്ഞതും എൻ്റെ മുഖത്തിട്ട് 4 അടി അടിച്ച് എൻ്റെ ഫ്രണ്ടിനെ 4 അടി അടിച്ചു. ഞങ്ങളവിടെ ഇരുത്തി. കുറേ നേരം എൻ്റെ ഫോൺ അദ്ദേഹം ചെക്ക് ചെയ്ത് പാസ്വേഡൊക്കെ അൺലോക്ക് ആക്കിയിട്ട് കുറേ നേരം എന്തൊക്കെയോ ചെക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഫോണും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണും അയാളെടുത്ത് കൊടുത്തിട്ട് പോയിക്കുമെന്ന് പറഞ്ഞു. എനിക്കത് ഫേക്ക് പോലീസാണെന്ന് വരെ ഡൗട്ട് അടിച്ചതുകൊണ്ട് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു. ആ സാറിനോട് ഞാൻ ഇംഗ്ലീഷ് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെയുള്ള കുറേ ആൾക്കാർ വന്നിട്ട്, ലോക്കൽസായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഞാൻ കള്ളനാണ്, ഞാൻ ഫോൺ മോഷ്ടിച്ചതാണെന്നുള്ള രീതിയിലേക്ക് വന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന ആ കള്ളൻ വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ആ പോലീസുകാരനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഹിന്ദി തീരെ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരൻ തിരിഞ്ഞ് എൻ്റെ മുഖത്ത് 4 അടി അടിച്ച് വീണ്ടും. ഞാൻ സ്റ്റുഡൻ്റാണ്, കേരളത്തിൽ നിന്നാണ്, സേക്രഡ് ഹുസൈൻ കോളേജാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അടിച്ചുകൊണ്ടേയിരുന്നു. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് അടിച്ചു. ഞങ്ങളെ ബ്രൂട്ടലായിട്ട് അവിടെ നിന്ന് മർദ്ദിച്ചു. അതിനുശേഷം എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ടുവന്നിട്ട് ഞങ്ങളെ 2 പേരും കൂടി ലാൽക്കില ഏരിയയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അദ്ദേഹം ലോക്കൽസ് പരാതി പറയാൻ നോക്കുമ്പോൾ ഞങ്ങളെ കുറേ മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് പല തവണ അദ്ദേഹം അടിച്ചു. ഞങ്ങളെ നിലത്തിരുത്തി, ആ കള്ളന്മാരെ സോഫയമേൽ ഇരുത്തിയിട്ട് ഞങ്ങളെ നിലത്തിരുത്തിയിട്ട് ഞങ്ങളെ മുണ്ടയച്ചു, ഞങ്ങളെ കുപ്പായൊക്കെ ഊരിപ്പിച്ചിട്ട് ഞങ്ങളെ കുറേ ചെക്ക് ചെയ്തു. ഞങ്ങളെ ഹിന്ദി പറയാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ എത്രയോ തവണ ചവിട്ടി. എൻ്റെ ബൂട്ട് കൊണ്ട് എൻ്റെ മുഖത്ത് ചവിട്ടി, എൻ്റെ ഫുൾ ബോഡി ബൂട്ട് കൊണ്ട് ചവിട്ടി, ഫൈബർ സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചു, ഫുൾ ബോഡി മർദ്ദിച്ചു. കുറേ നേരം ഞങ്ങളെ ഹിന്ദി പറയാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഹിന്ദി പറഞ്ഞെന്ന് പറഞ്ഞ് മർദ്ദിച്ചു. അതിനുശേഷം ഞങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫോൺ കട്ടതാണ്, 20,000 രൂപ കൊടുത്താൽ ഞങ്ങൾ വെറുതെ വിടാം അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞു. ഈ പരാതി പറയാൻ അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, 2 വിദ്യാർത്ഥികളെയാണ് ഈ രീതിയിൽ അതിക്രൂരമായി പോലീസും നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത്. പോലീസ്, രക്ഷിക്കേണ്ട പോലീസ് തന്നെ അവിടെ ഇവരുടെ പക്ഷം ചേർന്ന് ഇവരെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് ഇത്, എപ്പോഴായിരുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ദില്ലിയിലെ ലാൽ കില മേഖലയിൽ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ മൊബൈൽ ഫോൺ കവർന്നെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ ഒരു സംഘം കവർന്നെടുക്കാൻ ശ്രമം നടത്തുകയും അത് പരാജയപ്പെടാനെത്തിയ പോലീസുകാർ ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ 2 വിദ്യാർത്ഥികളും വ്യക്തമാക്കുന്നത്. ദില്ലി സേക്രഡ് ഹുസൈൻ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിട്ടുള്ള സുദിൻ, അശ്വന്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റിട്ടുള്ളത്. ഈ കുറ്റം സമ്മതിക്കാൻ വേണ്ടിയും ഈ 2 വിദ്യാർത്ഥികളെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും വിവസ്ത്രരാക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ബൂട്ട്സ് കൊണ്ട് ചവിട്ടിയതായും
വിദ്യാർത്ഥികൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസിന്റെ അതിക്രമത്തിൽ ഈ കൈക്കും തലക്കൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേൽക്കുകയും പിന്നീട് അവർ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നീക്കം നടത്തുന്നത്. ഇതിനോടകം തന്നെ DCPക്കും കമ്മീഷണർക്കൊക്കെ തന്നെയും കംപ്ലൈന്റും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വളരെ ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ടത് ഈ ഹിന്ദി ഭാഷ സംസാരിച്ചില്ല എന്ന് പറഞ്ഞും പോലീസുകാർ ആക്രമിക്കുകയും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പറയാൻ പാടില്ല എന്നുള്ളൊരു ആജ്ഞ കൂടി പോലീസുകാർ നടത്തി എന്നുള്ളതും കൂടി വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും കടുത്ത അതിക്രമം തന്നെയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിരവധി വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട പരാതിപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. കാരണം സമാനമായിട്ടുള്ള പരാതികൾ നേരത്തെയും ഈ ദില്ലി മേഖലയിൽ അടക്കം ഉയർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ മർദ്ദനത്തെ അപലപിച്ച് മലയാളി വിദ്യാർത്ഥികൾക്ക് ദില്ലിയിൽ ക്രൂരമർദ്ദനം. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.